സൂറത്തുൽ ഫലക്ക് രണ്ട് കാവലിനെ തേടുന്ന സൂറത്തുകളിൽ നിന്നുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫലക്ക് എന്നുള്ളത്. അത് രാവിലെയും വൈകുന്നേരവും 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും അതേപോലെ തന്നെ രാത്രി കിടക്കാൻ വേണ്ടി ഒരുങ്ങുന്നതായ സമയത്തും മന്ത്രിക്കുന്നതായ സമയങ്ങളിൽ ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. മന്ത്രം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ടുകൾക്ക് മന്ത്രിപ്പിക്കലുണ്ട്. സിഹിർ ബാധിച്ചവർ, രോഗമുള്ള ആളുകൾ, അതുപോലെ തന്നെ കണ്ണീര് ബാധിച്ചവർ തുടങ്ങിയിരിക്കുന്ന എല്ലാ മന്ത്രത്തിനും സൂറത്തുൽ ഫലക്ക് ഓതുക എന്നുള്ളത് പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യാ ഉഖബ തഅവ്വസ് ബിഹിമാ, നിങ്ങളെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്, ഈ 2 സൂറത്തുകളെ കൊണ്ട് കാവലിനെ തേടണം. ഫമാ തഅവ്വസ മുതഅവ്വിസുൻ ബിമിസ്ലിഹിമാ, അതിനോട് തുല്യമായ രീതിയിൽ ഇന്നേവരെയും ഒരാളും കാവലിനെ തേടിയിട്ടില്ല. അത്രത്തോളം മഹത്വമുണ്ട് ഈ 2 സൂറത്തുകൾക്ക്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്. ഈ സൂറത്തുൽ ഫലക്ക് ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അവ ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ രാത്രികളില് കിടക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് തന്റെ 2 മുൻകൈകളെ ഒരുമിച്ച് കൂട്ടുകയും സുമ്മ നഫസ ഫീഹിമാ ഫഖറഅ ഫീഹിമാ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്. 3 സൂറത്തുകൾ ഓതി തന്റെ കൈകളിലേക്ക് ഊതുകയും സുമ്മ മസഹ ബിഹിമ, അത് 2 കൈകളെ കൊണ്ട് തടവുകയാണ്. മസ്തത്വഅ മിൻ ജസദി, തന്റെ ശരീരത്തിൽ നിന്ന് ഏതെല്ലാം ഭാഗത്തേക്ക് എത്താൻ കഴിയുന്നുണ്ടോ ആ ശരീരത്തിലേക്ക് തന്റെ കൈകൾ എത്തുന്ന മുഴുവൻ ഭാഗങ്ങളിൽ ആ കൈകളെ കൊണ്ട് തടവുമായിരുന്നു. അങ്ങനെ തടവുന്നതായ രൂപം യബ്ദഉ ബിഹിമാ ലാ റഅസി, തലയുടെ ഭാഗത്തു നിന്ന് തുടങ്ങി വവജി, എന്നിട്ട് മുഖം, ഒമ അഖബല മിൻ ജസദി, തന്റെ ശരീരത്തിന്റെ മുൻഭാഗവും, അങ്ങനെ ശരീരത്തിന്റെ കാലിന്റെ ഭാഗം വരെ തടകുന്നതായ രീതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ രാത്രി കിടക്കാൻ വേണ്ടി ഒരുങ്ങുന്നതായ സമയത്ത് ഈ 3 സൂറത്തുകൾ ഓതുകയും നല്ല രീതിയിൽ കൈകളിലേക്ക് ഊതി തന്റെ ശരീരം മുഴുവൻ തടവിക്കൊണ്ട് ഉറങ്ങുക എന്നുള്ളത് ഒരു മാതൃകാപരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്. അങ്ങനെ ഫലുസാലിക സലാസ മറാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂറത്തിലേക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെടുന്ന സൂറത്തുകൾ ഇറങ്ങാനുള്ളതായ ചില പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ സൂറത്തുൽ ഫലക്ക് ഇറങ്ങിയതിൻ്റെതായ കാരണം എന്താണ്? ലബീദ് ഇബ്നുൽ അസ്സം എന്ന് പറയുന്നതായ യഹൂദി ആളുകളിൽപ്പെട്ട ഏറ്റവും കൂടുതൽ സിഹിർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന്റെ നേതാക്കളെല്ലാം മുഹറം മാസത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹിർ ചെയ്യണമെന്ന്. യഹൂദികളായ ആ നേതാക്കളൊക്കെയും ഫൈനഹും സഹറു, അവരൊക്കെ പിന്നെ സിഹിർ ചെയ്യുന്ന ആളുകളായിരുന്നു. പക്ഷേ ഫലം യുഅസ്സിറു ഫീ ശൈഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നും ഫലിച്ചില്ല.
ഒരുപാട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹിർ ചെയ്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫലിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് അവസാനമായി ലബീദ് ഇബ്നുൽ അസ്സം എന്ന് പറയുന്ന ആ മനുഷ്യനോട് പറയുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനേക്ക് സലാസത്ത ധനാനിയ 3 ദീനാറുകൾ നൽകാമെന്നുള്ള ഉറപ്പോടുകൂടെയാണ് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നത്. ഫതവല്ലാഹു ലബീദുൻ വബനാത്ത്. ലബീദ് ഇബ്നുൽ അസ്സം അദ്ദേഹത്തിന്റെ പെൺമക്കളെല്ലാം കെട്ടുകളിൽ ഊതുന്നവരായിരുന്നു. സിഹിർ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അവരുടെ ഫാമിലി. ഫസഹറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ വതറിൻ ബിഹി 11 ഉഖ്ദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവര് സിഹിർ ചെയ്തതായ രൂപം ഒരു ചരടിൽ 11 കെട്ടുകളായിട്ടാണ് സിഹിർ ചെയ്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിനെ മെഴുകിനാൽ ഉണ്ടാക്കുകയും ആ മെഴുകിലേക്ക് 11 സൂചികൾ കുത്തുകയും അതിനെ അരീസ് എന്ന് പറയുന്നതായ കിണറ്റിൽ മറവ് ചെയ്യുകയും ചെയ്തതാണ്. ആ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലബീദ് ഇബ്നുൽ അസ്സം എന്ന് പറയുന്ന മനുഷ്യൻ സിഹിർ ചെയ്തത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സിഹിർ ചെയ്തതായ സംഭവം, അതിൻ്റെ സ്ഥലം, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞത്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഫനസല ജിബ്രീൽ അലൈഹിസ്സലാം ബിൽ മുഅവ്വിസതൈൻ, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്, ഈ 2 സൂറത്തുകളുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയത്. ആ 2 സൂറത്തുകളിലെ 11 ആയത്തുകളാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 2 സൂറത്തുകളെ കൊണ്ട് കാവലിനെ തേടുകയായിരുന്നു അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. അങ്ങനെ ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 11 സൂചികളിൽ നിന്നും 11 കെട്ടുകളിൽ നിന്നും ഓരോന്നോരോന്നായി ഇങ്ങനെ കെട്ടുകൾ അഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ലൊരു ആശ്വാസം ലഭിക്കുകയും ചെയ്യുമായിരുന്നു. പ്രിയമുള്ള കൂട്ടുകാരെ, പരിശുദ്ധമാക്കപ്പെടുന്നതായ സൂറത്തുൽ ഫലക്കിന്റെ മഹത്വം ചെറിയ വിഷയങ്ങളല്ല. ഒരു വലിയ സിഹിർ ബാധിച്ചതായ രോഗങ്ങൾക്ക് വരെ ശമനം ലഭിക്കാനുള്ളതായ ഒരു കാരണം കൂടിയാണ് സൂറത്തുൽ ഫലക്ക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ സൂറത്തുൽ ഫലക്ക് നല്ല രീതിയിൽ ദൈനംദിനം നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതേപോലെ തന്നെ മന്ത്രിക്കുന്ന സമയത്തും അല്ലാത്ത ഒരുപാട് സന്ദർഭങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം ഈ സൂറത്തുൽ ഫലക്ക് പ്രത്യേകമായിട്ട് നമ്മൾ പാരായണം ചെയ്യണം.